ഈ പിച്ചക്കാരനെ ആരെവിടെ കൊണ്ട് കഴിക്കാനിരുത്തിയത്? അതും ആദ്യ പന്തിയില്. ഇവനൊക്കെ കഴിച്ചില്ലെന്ന് വെച്ച ആർക്കാ ഇവിടെ ഇത്ര സങ്കടം? ഗീത, നിനക്ക് എത്ര വിവരമുണ്ട്? കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് എഴുന്നേറ്റ് പോകാൻ പറയാൻ. അപ്പോഴേക്കും ഗീതയുടെ ഭർത്താവ് അങ്ങോട്ടേക്ക് വന്നു. കാലണ കയ്യിലില്ലാത്ത ഇവനെ കെട്ടിയ നീ ഇവിടെ കിടന്ന് അധികം ഷോ ഇറക്കണ്ട പല്ലവി. ഞാൻ ഊട്ടിയിലുള്ള മിനിസ്റ്ററേക്ക് ഇവിടെ പാർട്ടിക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോഴാ അവളുടെ ഈ ഓട്ടക്കാരന്റെ ഭർത്താവ്. വേണമെങ്കിൽ ആഹാരം പാഴ്സൽ എടുത്തോണ്ട് പോയി വീട്ടിലോ റോഡിലോ ഇരുന്ന് കഴിച്ചോ. അഭി, ഇത് കൂടുതൽ കേൾക്കാൻ എനിക്ക് വയ്യ. വാ പോവാ. പല്ലവി അതും പറഞ്ഞ് അവിടുന്ന് പോയി. അഭിയും ഒന്നും അവരോട് പറയാതെ അവളുടെ പുറകെ അവിടുന്ന് പോയി. അവിടെ കൂടിയിരുന്നവർക്ക് സംസാരിക്കാൻ ഒരു വിഷയം കിട്ടി. ആരാണിവൻ? അതൊന്നും പറയണ്ട സാർ. അവളുടെ അനിയത്തി പല്ലവിയുടെ ഭർത്താവാ. എന്തോന്ന്? ഒരു 500 കോടി സ്വത്തെങ്കിലും ആ പെങ്കൊച്ചിന്റെ പേരിൽ കാണില്ലേ? അങ്ങനെയുള്ള ആ കുട്ടിയെ ഈ പിച്ചക്കാരൻ തിണ്ടയ്ക്ക് എങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ മനസ്സ് വന്നു? അതൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സൈറൻ മുഴക്കി മിനിസ്റ്ററുടെ കാർ വന്നു നിന്നു. അതിൽ നിന്നും തന്റെ ബ്ലാക്ക് കാറ്റ്സ് അകമ്പടിയോടെ മിനിസ്റ്റർ ഇറങ്ങി. ഗീതയും ഭർത്താവും ചേർന്ന് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് സ്വീകരിച്ചു. അവരോട് സംസാരിച്ചു നിൽക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പെട്ടെന്ന് എന്തോ കണ്ട ഒരിടത്തേക്കായി. എന്താണ്? മിനിസ്റ്റർ കൂടുതൽ അടുത്തേക്ക് ചെന്നതും ആരുടെയും കാഴ്ചയിൽ പെടാതെ അഭിമന്യു അവിടുന്ന് മാറുന്നതാണ് കണ്ടത്. അദ്ദേഹം അഭിയുടെ കയ്യിൽ കയറി പിടിച്ചു. സർ, നിങ്ങളെന്താ ഇവിടെ? അതും ഈ കോലത്തിൽ? ഞാൻ എത്ര കാലമായി നിങ്ങളുടെ ഒരു അപ്പോയിന്റ്മെന്റിനായി നടക്കുന്നു. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഒരു സർ